Hello, good morning. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹോമോമോർഫിസം ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം എ ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഹോമോമോർഫിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലൊന്നാണ് കേർണൽ ഓഫ് homomorphism. Suppose F is a homomorphism, we can define kernel of homomorphism, which is KER of F, which is the collection of all elements in G which is mapped to the identity elements. So, F എന്നതൊരു ഹോമോമോർഫിസം ആണ് ഫ്രം G to G ഡാഷ് എങ്കിൽ ജിയിലുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ് സച്ച് ദാറ്റ് F ഓഫ് that element is mapped to the identity element in G dash, which is denoted by E dash. ചിലപ്പം ഇവിടെ ഇ എന്ന് മാത്രം ഡിനോട്ട് ചെയ്യാറുണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന എലമെൻസിൻ്റെ കളക്ഷൻ അതിനെയാണ് കേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വേണമെങ്കിൽ GLN ഓഫ് ആറിൽ നിന്ന് ആർ സ്റ്റാർ ഡോട്ട് മൾട്ടിപ്ലിക്കേഷനിലേക്കുള്ള ഫങ്ഷൻ ഫൈ എന്ന ഹോമോമോർഫിസം, അതിൻ്റെ കേർണൽ എന്താ വരിക? കേർണൽ ഓഫ് ദാറ്റ് ഹോമോമോർഫിസം വിച്ച് ഈസ് കളക്ഷൻ ഓഫ് ഓൾ മെട്രിസസ് സച്ച് ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓർ ഫങ്ഷൻ ഈസ് മാപ്ഡ് ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ദിസ് വൺ. ഇതിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താ? മൾട്ടിപ്ലിക്കേഷനിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരുന്നത് 1 ആണ്. അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു 1ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന എല്ലാ എലമെൻറ്റ്സും. ഇതിനെയാണ് ഡിറ്റർമിനൻറ്റ് 1 ആയിട്ടുള്ള എലമെൻസിൻ്റെ കളക്ഷനെയാണ് സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, SLN ഓഫ് ആർ. അതായത് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആയിരിക്കും. ഓക്കെ, ഇനി ഇതൊരു സബ്സെറ്റാണ്, സബ്സെറ്റ് ഓഫ് ജി ആണ്. ഇനി മറ്റൊരു സബ്സെറ്റാണ് ഇമേജ് ഓഫ് എഫ് ഓർ റേഞ്ച് ഓഫ് എഫ്. ഇമേജ് ഓഫ് എഫ് എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ്റെ ഇമേജ് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇമേജ് ഈസ് കളക്ഷൻ ഓഫ് ഓൾ എഫ് ഓഫ് ജി സച്ച് ദാറ്റ് ജി ബിലോങ്സ് ടു ജി. ജിയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും ഇമേജസിൻ്റെ കളക്ഷൻ. അപ്പോൾ ഐസോമോർഫിസം ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ജി ഡാഷ് വരും. സപ്പോസ് ഹോമോമോർഫിസം മാത്രമാണെങ്കിൽ, അതായത് ഓൺ ടു അല്ലെങ്കിൽ ഇത് ജി ഡാഷിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ഇമേജ് ഓഫ് എഫ്. ഇനി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ്, എഫ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് വിൽ ബി the identity element of G dash. The identity element in G is mapped to identity element in G dash. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ജസ്റ്റ് ചിലപ്പം ചോദിക്കാവുന്നതാണ്, ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. സപ്പോസ് എഫ് ഓഫ് എക്സ് is an element of G dash. We want to prove that f of e is the identity element of G dash. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഇ ഓപ്പറേറ്റ് ചെയ്താൽ എന്ത് വരും? ബൈ പ്രോപ്പർട്ടി ഓഫ് ഹോമോമോർഫിസം, എഫ് ഒരു ഹോമോമോർഫിസം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ എന്ന് വെച്ചാൽ എഫ് ഓഫ് ഇ തന്നെയാണ്, സോറി എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഓക്കെ, സോ ജി ഡാഷിനകത്തുള്ള ഒരു എഫ് ഓഫ് എക്സ് എടുത്തിട്ട് അത് എഫ് ഓഫ് ഇ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് തന്നെ വരുന്നുണ്ട്. സോ ദിസ് മസ്റ്റ് ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ്. സോ ഐഡൻറ്റിറ്റി ഈസ് മാപ്ഡ് ടു ഐഡൻറ്റിറ്റി. സിമിലർലി ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ്, എക്സ് എന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സിനെ വിൽ ബി മാപ്ഡ് ടു എഫ് ഓഫ് എക്സ് ഹോൾ ഇൻവേഴ്സ്. അതായത് എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ജിയിൽ എക്സ് ഉണ്ട്, ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്. ഇനി ജിയിലൊരു എക്സ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും, അത് തന്നെ ആയിരിക്കും എഫ് ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സ്. അതിൻ്റെ മാപ്പ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഹോൾ ഇൻവേഴ്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഐഡൻറ്റിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ്. സോ എഫ് ഓഫ് എക്സിനെ ഒരു എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഐഡൻറ്റിറ്റി വരുന്നുണ്ട് എങ്കിൽ
that element must be the inverse of f of x. So f of x in the inverse ആണ് ഈ കാണുന്നത്. Therefore we concluded that f of x inverse equal to f of x whole inverse. f of x in the inverse ആയിട്ടുള്ള f of x whole inverse എന്ന് പറയുന്നത് f of x inverse തന്നെയാണ്. Okay. ഇത് രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. ഇതുപോലെ സിമിലർ പ്രോപ്പർട്ടീസ് യു ക്യാൻ സി. ഇനി ഇതിലൊരു റിസൾട്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലൊരു റിസൾട്ട്, ഒരു തിയറം പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നോക്കാം. Let f from G to K be a group homomorphism, then the image f of G subset of K is a subgroup of K. നേരത്തെ ഞാൻ രണ്ട് സബ്സെറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇമാജ് ഓഫ് ജിയും ഇമാജ് ഓഫ് എഫും കേർണൽ ഓഫ് എഫും. ഇതിൽ ഇമാജ് ഓഫ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ഡാഷ് ദാറ്റ് വിൽ ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് എസ് വെൽ. അതുപോലെ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ഓൾവേസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ആൻഡ് ഇതിൽ പറയുന്നത് ജസ്റ്റ് നോട്ട് എ സബ് ഗ്രൂപ്പ്, ദിസ് ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ഓൾസോ നോർമൽ. തേർഡ് പറയുന്നത് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻജക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേർണൽ ഓഫ് എഫ് ഈസ് ഐഡൻറ്റിറ്റി. Injective means one-to-one if and only if kernel of f is identity, singleton identity. Okay, important കാര്യങ്ങളാണ് മൂന്ന് റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാൻ. ഇപ്പോൾ ആദ്യം ഇമാജ് ഓഫ് എഫ് ഈസ് എ സബ് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാം. സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പാർട്ട് 1 ആയിട്ട് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സീറോത്ത് പ്രോപ്പർട്ടി ആയിട്ടുള്ള ക്ലോഷർ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇമാജ് ഓഫ് എഫിലെ രണ്ട് എലമെൻറ്റ്സ് എടുക്കാം. ഇമാജ് ഓഫ് എഫിലെ എലമെൻറ്റ്സ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് വൈ എന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ അവ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഇത് എഫ് ഓഫ് സംതിങ് ആണല്ലോ, എഫ് ഓഫ് സംതിങ് ആയതുകൊണ്ട് ദാറ്റ് ബിലോങ്സ് ടു ഇമാജ് ഓഫ് എഫ്. ദെർഫോർ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ഇനി ഐഡൻറ്റിറ്റി, എഫ് ഓഫ് ഇ എന്നുള്ളത് എവിടെ ഉണ്ടായിരിക്കും? ഇമാജിൽ ഉണ്ടായിരിക്കും. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്, നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എഫ് ഓഫ് ഇ ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ്, ദെർഫോർ ദാറ്റ് ബിലോങ്സ് ടു ഇമാജ് ഓഫ് എഫ്. ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് ആക്ച്വലി എഫ് ഓഫ് സംതിങ്, ദെർഫോർ ദാറ്റ് ബിലോങ്സ് ടു ഇമാജ് ഓഫ് എഫ്. ദെൻ രണ്ട് കണ്ടീഷൻസായി. ഇനി ഇൻവേഴ്സ്, അത് നമ്മൾ പറഞ്ഞു. എഫ് ഓഫ് എക്സിലുള്ള ഒരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് സെയിം ആസ് എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ്. സോ എഫ് ഓഫ് എക്സിലുള്ള ഇമാജിലുള്ള ഇമാജ് സെറ്റിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സംതിങ് ആണ്. ദെർഫോർ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദിസ് ഇമാജ് സെറ്റ്. ദെർഫോർ ദിസ് ഇമാജ് സെറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ്. ഓക്കെ. രണ്ടാമതുള്ള കാര്യം കേർണലിനെ കുറിച്ചാണ്. കേർണൽ സബ് ഗ്രൂപ്പാണോ എന്ന് ചെക്ക് ചെയ്യാം. കേർണൽ ഓഫ് എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ജി ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എഫ് ഓഫ് ജി ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിലുള്ള രണ്ട് എലമെൻറ്റ്സ് എടുത്താൽ, സപ്പോസ് എക്സ് വൈ രണ്ട് എലമെൻറ്റ്സ് എടുത്തു, ദെൻ ദെയർ പ്രൊഡക്റ്റ് എന്ത് വരും? എക്സ് വൈ എന്ന് പറയുന്നത് കേർണൽ ഓഫ് എഫിലുണ്ടോ നോക്കണം. എക്സ് വൈ എന്നുള്ള പ്രൊഡക്റ്റ് കേർണൽ ഓഫ് എഫിലുണ്ടോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് വൈ ഐഡൻറ്റിറ്റി തരുന്നുണ്ടോ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ, സിൻസ് എഫ് ഈസ് എ ഹോമോമോർഫിസം. നൗ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? സിൻസ് എക്സ് ബിലോങ്സ് ടു കേർണൽ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു identity element of first in second group. F of y is also identity element, their product is identity element. Therefore the product f of xy എന്നുള്ളത് എക്സ് വൈ എന്നുള്ളത് ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ എക്സ് വൈ ബിലോങ്സ് ടു കേർണൽ ഓഫ് എഫ്. സിമിലർലി എഫ് ഓഫ് ഐഡൻറ്റിറ്റി ഈസ് ഐഡൻറ്റിറ്റി, ദിസ് ഇംപ്ലൈസ് ഇ ബിലോങ്സ് ടു കേർണൽ ഓഫ് എഫ്. ദെൻ എഫ് ഒരു എലമെൻറ്റ് എക്സ് എടുത്താൽ അതിൻ്റെ ഇൻവേഴ്സ് കേർണൽ ഓഫ് എഫിലുണ്ടോ നോക്കാം. സപ്പോസ് എക്സ് ബിലോങ്സ് ടു കേർണൽ ഓഫ് എഫ്, ദെൻ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്താ വരിക?
എക്സ് ഇൻവേഴ്സ് കേർണൽ ഓഫ് എഫ് ഉണ്ടോ നോക്കാൻ അതിൻ്റെ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഹോൾ ഇൻവേഴ്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ബിലോങ്സ് ടു കേർണൽ ഓഫ് എഫ് മീൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. therefore f of x inverse equal to identity. This implies x inverse belongs to kernel of f. therefore kernel of f is a group. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ളത് ഇറ്റ്സ് എ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ജി കേർണൽ ഓഫ് എഫിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. n ഈക്വൽ ടു കേർണൽ ഓഫ് എഫ്, ദെൻ ജി എൻ ജി ഇൻവേഴ്സ് ഈക്വൽ ടു n ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം ജി എൻ ജി ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് n ആണെന്നും പിന്നീട് n സബ്സെറ്റ് ഓഫ് ജി എൻ ജി ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ജി എൻ ജി ഇൻവേഴ്സിലൊരു എലമെൻ്റ് എടുക്കാം, ജി ഇൻറ്റു എൻ ഇൻറ്റു ജി ഇൻവേഴ്സ്. അത് എന്നിലുണ്ടത് പ്രൂവ് ചെയ്യാൻ, അതായത് n കേർണലാണല്ലോ, കേർണലിലുണ്ടത് പ്രൂവ് ചെയ്യാൻ ഫൈ ഓഫ് ഇതെടുത്താൽ മതി. എഫ് ഓഫ് നമ്മൾ എഫ് അല്ലേ ഇതുവരെ ഡിനോട്ട് ചെയ്തിരുന്നു. എഫ് ഓഫ് ജി എൻ ജി ഇൻവേഴ്സ് എന്ത് വരും? എഫ് ഓഫ് ജി ഇൻറ്റു എഫ് ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് ജി ഇൻവേഴ്സ്. നൗ എഫ് ഓഫ് എൻ എന്താണ്? n belongs to n is kernel. ക്യാപിറ്റൽ n കേർണലാണ്, കേർണലിലുള്ള ഒരു എലമെൻ്റ് ആണ് n. സോ എഫ് ഓഫ് n is identity. എഫ് ഓഫ് ജി ഇൻറ്റു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് ഇൻറ്റു എഫ് ഓഫ് ജി ഇൻവേഴ്സ് എന്നുള്ളതിന് നമുക്ക് എഫ് ഓഫ് ജി ഹോൾ ഇൻവേഴ്സ് എന്നുള്ളത്. ദിസ് ഇസ് എഫ് ഓഫ് ജി ഇൻറ്റു എഫ് ഓഫ് ജി ഹോൾ ഇൻവേഴ്സ് വിച്ച് ഇസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. therefore what is the conclusion? ജി എൻ ജി ഇൻവേഴ്സ് എന്നുള്ളത് കേർണലിലുണ്ട് എന്ന് കിട്ടും. ജി എൻ ജി ഇൻവേഴ്സ് ബിലോങ്സ് ടു എൻ. എൻ ആണ് നമ്മുടെ കേർണൽ. സോ ജി എൻ ജി ഇൻവേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ്, എൻ എന്ന് കിട്ടി. ഇനി തിരിച്ച് എൻ സബ്സെറ്റ് ഓഫ് ജി എൻ ജി ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു എലമെൻ്റ് എടുക്കാം, എൻ ബിലോങ്സ് ടു എൻ എടുക്കുക, അത് ജി എൻ ജി ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. എൻ ബിലോങ്സ് ടു എൻ ആണെങ്കിൽ ജി നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ട് ജി എൻ ജി ഇൻവേഴ്സ് ബിലോങ്സ് ടു എൻ ഫോർ ഓൾ ജി. ദെർഫോർ ഇവിടെ ജിയുടെ സ്ഥാനത്ത് നമ്മൾ ജി ഇൻവേഴ്സും ഇവിടെ ജി ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് കൊടുത്താലും ഇത് ശരിയാണ്. സോ ഇഫ് എൻ ബിലോങ്സ് ടു എൻ ഫോർ ഓൾ ജി ശരിയായതുകൊണ്ട് ജി ഇൻവേഴ്സ് എൻ ജി ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ബിലോങ്സ് ടു n ആണ്. Okay, using this previously proved one. Now this implies g inverse into n into g inverse whole inverse എന്ന് പറഞ്ഞാൽ g ആണ്. That belongs to n എന്ന് പറഞ്ഞാൽ that is for some n1 എന്നെടുക്കാം. ഇനി ഇതിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് n ആക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ g വെച്ചിട്ടും റൈറ്റ് സൈഡിൽ g ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടി വരും. അപ്പോൾ n ഈക്വൽ ടു എന്ത് വരും? ജി ഇൻവേഴ്സ് എൻ വൺ ജി എൻ. അപ്പോൾ ഒരു ആർബിട്രറി n ബിലോങ്സ് ടു n എടുത്താൽ ദാറ്റ് വിൽ ബി ഓഫ് ദ ഫോം ജി ഇൻവേഴ്സ് ഇൻറ്റു എൻ വൺ ഇൻറ്റു സോറി ജി ഇൻവേഴ്സ് അല്ല, ജി കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ജി വെച്ചിട്ടും റൈറ്റ് സൈഡിൽ ജി ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. n ഈക്വൽ ടു ജി ഇൻറ്റു എൻ വൺ ഇൻറ്റു ജി ഇൻവേഴ്സ് എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് n belongs to ജി എൻ ജി ഇൻവേഴ്സ്. രണ്ട് സൈഡും പ്രൂവ് ചെയ്തുകൊണ്ട് n ഈക്വൽ ടു ജി എൻ ജി ഇൻവേഴ്സ്. therefore n is normal. n means kernel of f. Okay.
തേർഡ് പാർട്ട് പ്രൂവ് ചെയ്യാനുള്ളത് കേർണൽ ഓഫ് എഫ് ഈസ് സിംഗിൾട്ടൺ ഐഡൻറ്റിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ്, രണ്ട് സൈഡുണ്ട്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ഇൻജക്റ്റീവ്, എഫ് ഈസ് 1 to 1. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് എഫ് ഈസ് 1 to 1 നമുക്ക് അതാണെന്ന് അസ്യൂം ചെയ്യാം. നമുക്കറിയാം എഫ് ഓഫ് ഐഡൻറ്റിറ്റി ഈസ് ഐഡൻറ്റിറ്റി. ഇനി എഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ്, ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് എഫ് ഓഫ് ഐഡൻറ്റിറ്റി. വേറെ ഏതെങ്കിലും എലമെൻ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യോ? ഇല്ല. 1 to 1 ആയാൽ ഐഡൻറ്റിറ്റിയുടെ പ്രീ ഇമേജ് ഇ ഡാഷിൻ്റെ പ്രീ ഇമേജിൽ ഒരു എലമെൻറ്റേ കാണുള്ളൂ, അത് ഓൾറെഡി ഇ ആണെന്ന് കിട്ടും. ദെയർഫോർ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് സിംഗിൾട്ടൺ ഐഡൻറ്റിറ്റി. 1 എന്നുള്ളതിൻ്റെ മീനിങ് ഉപയോഗിച്ചിട്ട് നമുക്കറിയാം, ഇതും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ഇ ഡാഷിന് ഒരേ ഒരു പ്രീ ഇമേജ് ഉണ്ടാവുള്ളൂ, ആ പ്രീ ഇമേജ് ഐഡൻറ്റിറ്റിയാണ്. തിരിച്ച് ഇഫ് എഫ് ഈസ് if kernel of f is identity, prove that singleton e. We want to prove എന്ത് പ്രൂവ് ചെയ്യണം? kernel of f ഇങ്ങനെയാണെങ്കിൽ we want to prove f is 1 to 1 എന്ന് പ്രൂവ് ചെയ്യണം. എഫ് 1 to 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് പ്രൂവ് ചെയ്യാം. 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്ന മെത്തേഡ് +2 ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്ന് അസ്യൂം ചെയ്തു. നമുക്ക് രണ്ട് സൈഡിലും എഫ് ഇൻവേഴ്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ, എഫ് ഓഫ് വൈ ഹോൾ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് ഓഫ് വൈ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് വൈ ഇൻവേഴ്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇതെന്താണ്? ഐഡൻറ്റിറ്റിയാണ്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ്. This implies f of y inverse x equal to identity. Now f of something equal to identity. അപ്പോൾ ഇതിനർത്ഥം y inverse x belongs to kernel of f എന്നതാണ്. പക്ഷേ കേർണൽ ഓഫ് എഫ് എന്താണ്? നമ്മുടെ അസംഷൻ കേർണൽ ഓഫ് എഫിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ, അത് ഐഡൻറ്റിറ്റിയാണ്. സോ y inverse x ഈസ് ഐഡൻറ്റിറ്റി. ദിസ് ഇംപ്ലൈസ് രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഈക്വൽ ടു y എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. ദെയർഫോർ എഫ് ഈസ് 1 to 1. ഇതൊക്കെയാണ് ഹോമോമോർഫിസത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. കൂടുതൽ ടെക്സ്റ്റ് നോക്കുക, ടെക്സ്റ്റിൽ കൂടുതൽ എക്സാമ്പിൾസ് കാണാൻ കഴിയും ഹോമോമോർഫിസത്തിനും ഐസോമോർഫിസത്തിനും എല്ലാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് S3. അതുപോലെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പാണ് D3. രണ്ടിനും 6 എലമെൻറ്റ്സ് ആണുള്ളത്. അത് തമ്മിൽ ഐസോമോർഫിക് ആണെന്നുള്ളത് ടെക്സ്റ്റിലെ എക്സാമ്പിളിൽ കാണാം. അതുപോലെ മറ്റ് എക്സാമ്പിൾസ് കാണാം, ഒന്ന് നോക്കുക.